നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള ബിജെപിയെ അമിത്ഷാ നയിക്കും. കേരളത്തിൽ 20 സീറ്റുകളിൽ ജയിക്കാനുള്ള കരുനീക്കങ്ങൾക്ക് അമിത്ഷാ നേതൃത്വം നൽകും. ബിജെപി മുഖ്യമന്ത്രിയെ കേരള ജനത അധികം വൈകാതെ കാണുമെന്ന് അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ള സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് അമിത്ഷാ. ബിജെപി സർക്കാർ വരാതെ കേരളത്തിൽ വികസനമുണ്ടാകില്ല. തിരുവനന്തപുരത്തിന്റെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രി ഈ മാസം എത്തും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ നയിക്കാൻ അമിത്ഷാ നേരിട്ടിറങ്ങുന്നു. ഇത്തവണ ബിജെപി വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല അമിത്ഷാ നേരിട്ടേറ്റെടുക്കും. ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷാ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഭാരിമാരെ ബിജെപി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ പ്രഭാരിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. കേരളത്തിൽ നടക്കുന്നത് LDFും UDFും തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണെന്നും ബിജെപി സർക്കാരിന്റെ കീഴിൽ മാത്രമേ കേരളത്തിന്റെ വികസനം സാധ്യമാകൂ എന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അമിത്ഷാ നടത്തിയ പ്രതികരണം. സംസ്ഥാനത്തെ ബിജെപി ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച അദ്ദേഹം കേരളത്തിൽ ബിജെപി മുഖ്യമന്ത്രി എന്ന സ്വപ്നം അധിക ദൂരത്തല്ലെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ജയസാധ്യതയാകണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മുഖ്യ മാനദണ്ഡമെന്ന് ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശിച്ചിരുന്നു. 20 സീറ്റെങ്കിലും വിജയം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കണം. 40 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ബിജെപിക്ക് ആകണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെടിപൊട്ടിച്ചത് കേരള രാഷ്ട്രീയത്തിലെ പവർ ഗെയിം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു. കേരള സന്ദർശനത്തിനിടെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജെപി ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കിയത്. ശബരിമലയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടവർക്ക് ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയില്ല. ശബരിമലയിലെ സ്വർണ്ണമോഷണം കേരളത്തിലെ ജനങ്ങളുടെ മാത്രമല്ല രാജ്യത്തുടനീളമുള്ള ഭക്തരുടെയും ആശങ്കയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ FIR കണ്ടിരുന്നു. അത് തയ്യാറാക്കിയ രീതി പ്രതികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് വ്യക്തമാണെന്നും അമിത്ഷാ ആരോപിച്ചു. ശബരിമല കേസിൽ സംസ്ഥാന സർക്കാരിനെ നേതൃത്വം നൽകുന്ന LDFുമായി ബന്ധപ്പെട്ട 2 പേർ സംശയത്തിന്റെ നിഴലിലാണ്. അത്തരം സാഹചര്യത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യവും അമിത്ഷാ ഉയർത്തി. വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിനും ഒഴിഞ്ഞുമാറാനാകില്ല. കോൺഗ്രസ് നേതാക്കളെ തട്ടിപ്പുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഒരു നിഷ്പക്ഷ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് തയ്യാറാകണം. വിഷയത്തിൽ ബിജെപി പ്രതിഷേധം ശക്തമാക്കും. വീടുകയറി പ്രചാരണം നടത്തുമെന്നും അമിത്ഷാ പറഞ്ഞു. ലോകമെമ്പാടും കമ്മ്യൂണിസം അവസാനിച്ചപ്പോൾ ഇന്ത്യയിലുടനീളം കോൺഗ്രസ് അവസാനിച്ചുവെന്നും അമിത്ഷാ പറഞ്ഞു. ബിജെപി സർക്കാരിന്റെ കീഴിൽ മാത്രമേ കേരളത്തിന്റെ വികസനം സാധ്യമാകൂ. നമ്മുടെ ലക്ഷ്യം ഈ വിജയമല്ല, കേരളത്തിന്റെ വികസനം കൂടിയാണ്. അതിന് ബിജെപിയുടെ മുഖ്യമന്ത്രി വരണം. അതിലേക്ക് അധികം ദൂരമില്ല. ഇന്ന് സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് ബിജെപിയുടെ മേയർ വന്നിരിക്കുന്നു. നാളെ മുഖ്യമന്ത്രിയാണ് കാണാൻ പോകുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ബിജെപി ഭരണം നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ ഈ മാസം 23-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തിയേക്കും. റിപ്പബ്ലിക് ദിനത്തിന് പിന്നാലെ 28-ന് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതോടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നീണ്ടുപോകും. ഈ സാഹചര്യത്തിൽ ബിജെപി സംസ്ഥാന നേതൃത്വം പ്രധാനമന്ത്രിയെ എത്രയും വേഗം തലസ്ഥാനത്ത് എത്തിക്കാനുള്ള നീക്കത്തിലാണ്.